ഹായ് ഹലോ ചോളം പറിക്കാൻ പോവാട്ടോ അതെ ആ കാണുതാട്ടോ ചോളം. അപ്പോൾ ഈ ചോളം പറിക്കാൻ പോകുക എന്നുള്ളത് ഇച്ചിരി ടാസ്ക്കുള്ള കാര്യമാണ്. പറമ്പ് നിറയെ കാട് പിടിച്ചിട്ടുള്ളത് കേട്ടോ. ഇന്നത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് എവിടെയാ പാമ്പുണ്ടാവുമെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് കയ്യിലൊരു വടിയെടുത്ത് അതിങ്ങനെ അനക്കിയിട്ടാട്ടോ പോകുന്നത്. വളരെ സൂക്ഷിച്ച് തന്നെയാണ് ഞാൻ അതുവരെ നടന്നെത്തിയത് കേട്ടോ. അങ്ങനെ ഈ ചോളം ഓരോന്നായിട്ട് പറിച്ചെടുക്കുകയാണേ. പറിക്കാൻ ഇച്ചിരി ലേറ്റ് ആയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ചോളമൊക്കെ കുറച്ചൊന്ന് വാടിയ പോലെ ഉണ്ട് കേട്ടോ. ഈ ഒരു ചൂട് കാലാവസ്ഥയിൽ അതങ്ങനെ വാടിപ്പോയതാണെന്നും കൂടി തോന്നുന്നുണ്ട്. ആദ്യമായിട്ടാണ് ചോളം കൃഷി ചെയ്യുന്നതും വിളവെടുക്കുന്നതും. ഇതിന് മുന്നേ ഞാൻ പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ഏകദേശം ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു സമയത്ത് പറിച്ച ചോളം നല്ല അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. ഒട്ടും വാടിയിട്ടും ഉണ്ടായിരുന്നില്ല, പാകത്തിനായിട്ടുണ്ടായിരുന്നേ. പക്ഷെ കുറച്ചും കൂടി കഴിയട്ടെ എന്നിട്ട് പറിക്കാമെന്ന് വെച്ചതായിരുന്നു കേട്ടോ ബാക്കി മുഴുവനായിട്ട്. പക്ഷെ ഇപ്പോൾ തോന്നുന്നു ഇതൊക്കെ അന്നേ തന്നെ പറിച്ചാൽ മതിയായിരുന്നു കേട്ടോ. ചോളം ഫസ്റ്റ് ടൈം ആണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഇതിൻ്റെ പാകമോ ഒന്നും അറിയത്തില്ല. ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് നോക്കി പറിച്ചെടുത്തത് കേട്ടോ. നോക്കി വളർത്തിയെടുത്തത് തന്നെ വേണേൽ പറയാവേ. പിന്നെ കാട് കയറിയത് കൊണ്ട് അങ്ങോട്ടേക്ക് ഇങ്ങനെ പോക്ക് കുറച്ച് റിസ്ക് ആയിരുന്നു. അതുകൊണ്ട് ഏകദേശം ഒന്നായിട്ട് പോകാമെന്ന് വിചാരിച്ച നോക്കുമ്പോഴേക്കും ഫുള്ള് കാട് കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഏകദേശം ഒരു 6-7 ചോളം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ പറിച്ചെടുത്ത് വരും കേട്ടോ. ഇതിൽ നിന്നൊരു 2 എടുത്തിട്ട് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ സ്റ്റീം ചെയ്യേണ്ടത് ഗ്യാസിന് ഒരുപാട് ക്ഷാമമുള്ള കാരണം കൊണ്ട് സ്റ്റീം ചെയ്യേണ്ട, വെറുതെ നമുക്ക് പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് ഒന്ന് 2 വിസിൽ അടിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കുവാണേ. അപ്പോൾ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ കുറച്ച് കണ്ടപ്പോൾ മനസ്സിലായി, കാരണം ഇതൊന്ന് വാടിപ്പോയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ചെറിയ രീതിയിൽ അതിനൊരു വാട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, 2 അങ്ങ് പറിച്ചെടുത്ത് വേഗം തന്നെ കുക്കറിലിട്ടിട്ട് ആ ഒന്ന് വിസിൽ കയറ്റിയിട്ട് എടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു പരിവ് ഉണ്ടായിരുന്നത്. നല്ല ചൂടോടെ തന്നെ കേട്ടോ ഞാനത് എടുത്ത് വായിലിട്ടത്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിക്ക് പൊള്ളുകയും ചെയ്തിട്ടുണ്ടായിരുന്നേ. പക്ഷേ ടേസ്റ്റിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. മധുരം ഇച്ചിരി ഒന്ന് കുറഞ്ഞു പോയെന്നേ ഉള്ളൂ കേട്ടോ. പക്ഷേ ബാക്കിയൊക്കെ ഓക്കെ ആയിരുന്നേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ടാണ്. ടാറ്റാ.